ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ തിരഞ്ഞെടുത്ത ഒരു ഭാഗമാണ് 2 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതൽ 17-ാമത്തെ വാക്യം വരെ ധ്യാനിക്കാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുക. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതൽ 17-ാമത്തെ വാക്യം വരെ. മൈ ഫേവർ വിൽ നോട്ട് ബി ടേക്കൺ. എൻ്റെ ദയ നിന്നിൽ നിന്ന്, നിൻ്റെ കുടുംബത്തിൽ നിന്നും, നിൻ്റെ മക്കളിൽ നിന്നും, നിൻ്റെ തലമുറകളിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല എന്ന് പരിശുദ്ധനായ ദൈവം ദാവീദ് രാജാവോട് പറഞ്ഞ ഒരു വിലപ്പെട്ട ഒരു സന്ദേശമാണ് ഇന്ന് ദൈവസന്നിധിയിൽ ദൈവമക്കളോടൊപ്പം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയതിന് ശേഷം രാജാവ് തൻ്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിൻ്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥൻ പ്രവാചകന് ഉണ്ടായതെന്തെന്നാൽ, എൻ്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരു ആലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെയും ഞാൻ ഒരു ആലയത്തിൽ വസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലും അല്ലയോ സഞ്ചരിച്ചു വരുന്നത്? എൻ്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രയേൽ ഗോത്രങ്ങൾ ഒന്നിനോടും എനിക്ക് ദേവദാരു കൊണ്ട് ഒരാലയം പണിയാതിരിക്കുന്നത് എന്ത് എന്ന് ഞാൻ യാതൊരു ഇസ്രയേൽ മക്കളോടും ഞാൻ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും ഒരു വാക്കുപോലും കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എൻ്റെ ദാസനായ ദാവീദോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രയേലിന് മേൽ പ്രഭുവായി ഇരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടത്തുമ്പോൾ തന്നെ അതിന് വേണ്ടി തന്നെ ഞാൻ നിന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലാ ഇടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് എൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ മുൻപിൽ നിന്ന് നിന്നെ ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ 17-ാമത്തെ വാക്യം വരെ എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളെ നാം ധ്യാനിക്കാൻ പോകുകയാണ്. നാം എല്ലാവരും ഈ ഭാഗങ്ങളെല്ലാം വായിച്ചും ധ്യാനിച്ചും നമുക്ക് വളരെ പരിചയം ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ ആ ഭാഗം വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം വേദപുസ്തകത്തിൽ വിശ്വാസവീരന്മാർ ഒത്തിരി പേരുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശെ, ജോഷുവ, ഏലിയ, ഏലിശാവ്, ഇങ്ങനെ ഒത്തിരി ദൈവത്തിൻ്റെ ദാസന്മാരും വിശ്വാസവീരന്മാരും, ദൈവത്തിൽ വിശ്വസിച്ച് ആ വിശ്വാസ വീരന്മാർ ആരോടും ആർക്കും ലഭിക്കാത്ത ഒരു പ്രത്യേക വാഗ്ദത്തം ഈ ഭാഗം വായിക്കുമ്പോൾ ദാവീദിനോട് ദൈവം സംസാരിക്കുവാനിടയായി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം ഒരു മനുഷ്യനെ അനുഗ്രഹിക്കാൻ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞാൽ, നിങ്ങളെയോ നിൻ്റെ മക്കളെയോ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഒരു അനുഗ്രഹ വാതിൽ തുറന്നെങ്കിൽ, ദൈവം ഒരിക്കലും ഒരു നാളും ഒരിക്കലും ദൈവം ആ വാതിലെ അടയ്ക്കത്തില്ല. നെവർ. ദൈവം ഒന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടെയും പറയാത്ത ഒരു വിലപ്പെട്ട വാഗ്ദത്തമാണ് ദാവീദിന് കൊടുത്തത്. ദാവീദിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ചരിത്രമാണ്. അവൻ്റെ ലൈഫ് മൊത്തം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിച്ചു, അവൻ ആടുകളെ മേയ്ക്കുമ്പോഴും ദൈവത്തെ ആരാധിച്ചു, അവൻ തൻ്റെ ഭവനത്താൽ മറക്കപ്പെട്ട് ജനത്താൽ വെറുക്കപ്പെട്ട് അതെല്ലാം ഗുഹയിൽ ഇരുന്നപ്പോഴും ദൈവം അങ്ങനെ അവൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും
നോക്കുമ്പോൾ അവൻ്റെ ലൈഫ് നമ്മളെ ടച്ച് ചെയ്യുന്നതാണ് നമുക്ക് കാണുന്നത്, എല്ലാ സാഹചര്യങ്ങളും. പക്ഷേ അവൻ്റെ പാപജീവിതം, മറുവശം ജീവിതം എടുത്താൽ ഒരിക്കലും നിങ്ങൾക്കോ എനിക്കോ ഇവനെ മാനിക്കാനോ ബഹുമാനിക്കാനോ തോന്നത്തില്ല. തൻ്റെ കമ്പനിയിൽ പണിയെടുത്ത ഒരു പണിക്കാരനെ കൊന്ന് അവൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തി ഞാനായിരുന്നിരുന്നെങ്കിൽ നിങ്ങൾ ആരും എന്നെ ഈ വേദിയിൽ നിർത്തത്തില്ല, ഞാൻ നിന്നാലും നിങ്ങൾ ആരും വരത്തില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, അവൻ പാപം ചെയ്തിട്ടും അവൻ്റെ പാപത്തെ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടും നിങ്ങൾക്കും എനിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ ഹീറോ ആയിട്ട് കാണപ്പെടുന്ന ഒരു മഹാനാണ് ദാവീദ്. ശരിയല്ലേ? എത്രയോ പല പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്തുന്നത് ദാവീദിൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ എവിടെയെല്ലാം ചലനമുണ്ടാക്കിയോ ആ ചലനമുണ്ടാക്കിയ മഹത്വമുള്ള ജീവിതമാണ് നമ്മളെയും ചലനപ്പെടുത്തുന്നത്. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ മുൻപിൽ അവൻ പാപം ചെയ്തിട്ടും ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പണമുള്ള ജീവിതം ദൈവസന്നിധിയിൽ അത് നീതിയായി വെളിപ്പെടുവാനിടയായി. ഞാൻ ദാവീദിനെ മോശക്കാരനെന്ന് പാപിയെന്ന് ന്യായം വിധിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഇവിടെ വന്നിരിക്കുന്ന ഒരു മനുഷ്യർക്കും യോഗ്യതയില്ല. നമ്മളെ വിധിപ്പാൻ, നമുക്ക് മറ്റുള്ളവരെ വിധിപ്പാനുള്ള യോഗ്യത നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തികൾക്കും ഇല്ല. കാരണം നമ്മെക്കുറിച്ചൊരു പുസ്തകം ദൈവം എഴുതിയാൽ പാപജീവിതമായിരിക്കും അധികം കാണപ്പെടുന്നത്. കുറച്ച് നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ദാവീദിൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ ചലനമുണ്ടാക്കിയ ഒരു മനോഹരമായ ഒരു ജീവിതം. ദൈവം അവനെ ഉണർത്തുന്ന സമയങ്ങളിലെല്ലാം അവൻ്റെ പാപത്തെക്കുറിച്ച് അവൻ അനുദപിച്ച് മടങ്ങി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോടു കൂടെ ജീവിച്ച ഒരു മഹാനാണ് ദാവീദ്. പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ ഉണർത്തുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ദാവീദിനെ സ്പെഷ്യലായിട്ട് ബ്ലസ് ചെയ്തു, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് അവനെയും അവൻ്റെ കുടുംബത്തെയും അവൻ്റെ മക്കളെയും അനുഗ്രഹിക്കാൻ കാരണം എന്താ എന്നുള്ളത് നമുക്ക് ദൈവസന്നിധിയിൽ ധ്യാനിക്കാം. കാരണം ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മക്കളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ മറ്റുള്ളവർക്കോ ചാർച്ചക്കാർക്കോ ബന്ധുക്കൾക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്കോ വിലപ്പെട്ടതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളൊരു പരിഹാസപാത്രങ്ങളായിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പറയട്ടെ, ദൈവത്തിൻ്റെ തിരുമുൻപിൽ നിങ്ങൾ ഒരു നാളും പരിഹാസപാത്രമല്ല, നിന്ദിക്കപ്പെട്ടവരുമല്ല. ദൈവം നിങ്ങളെ ഒരു നാളും അവഗണിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ എപ്പോഴും താങ്ങി വഴി നടത്തുന്ന ഒരു വിശ്വസ്ത മഹാനാണ് സർവശക്തനായ ദൈവം. ദൈവത്തെ ആശ്രയിക്കുന്നവരെയും വിശ്വസിക്കുന്നവരെയും ദൈവം ഒരു നാളും തള്ളിക്കളയത്തില്ല. ദൈവം ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം പരിപാലിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം കണ്ടെത്തുവാൻ തന്നെ വെളിപ്പെടുത്തും. ദൈവത്തെ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടും നിശ്ചയം. കരങ്ങളെ ഉയർത്തി ആമേൻ പറയാം. ഇപ്പോൾ ദാവീദ് രാജാവ് തൻ്റെ അരമനയിൽ വസിക്കുന്ന കാലത്ത് ദൈവം ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ദാവീദിന് സ്വസ്ഥത നൽകി. ദാവീദ് ഇപ്പോൾ എവിടെ ഇരിക്കുകയാണ്? കൊട്ടാരത്തിലല്ല, അരമനയിൽ. ദേവദാരു മരം കൊണ്ട് പണിത ഒരു മനോഹരമായ വീട്ടിൽ, കൊട്ടാരമല്ല അതിന് അരമനയാ, റൈറ്റ് വേർഡ്, അരമനയിൽ അവൻ എന്ത് ചെയ്തു? പാർക്കുന്നു. ലോകത്തേറ്റവും മരങ്ങളിൽ വിലപ്പെട്ടതും ദ കിങ് ഓഫ് വുഡ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തേക്കിനെ പറയുന്നത്, അതല്ല. ദേവദാരു മരമാണ് ലോകത്തിൽ ഏറ്റവും ബലമുള്ളതും
എല്ലാ മരങ്ങളിലും രാജാവെന്ന് അറിയപ്പെടുന്നത് ദേവദാരുവാണ്. ഭയങ്കര വിലപ്പെട്ടതാണ്, വളരെ മനോഹരമായ ഒരു മരമാണ്. ആ മരത്തിൻ്റെ പലകകൾ കൊണ്ട് ഇവൻ വളരെ അതിമനോഹരമായ ഒരു പ്രഷ്യസ് എക്സ്പെൻസീവ് വിലപ്പെട്ട ഒരു വീട് പണിത് അതിൻ്റെ ഉള്ളിൽ പാർക്കുമ്പോൾ വചനം പറയുന്നു, ദൈവം അവന് സ്വസ്ഥത നൽകിയെന്ന്. എന്ത് നൽകി? സ്വസ്ഥത നൽകി. അടുത്തിരിക്കുന്നവരുടെ കരം പിടിച്ച് പറഞ്ഞാട്ടെ, ദൈവം അവന് സ്വസ്ഥത നൽകി. ദൈവം നമുക്ക് സ്വസ്ഥത നൽകിയാൽ പിണങ്ങിപ്പോരുത് കേട്ടോ. നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലായിരിക്കും. നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജോയിൻറ്റ് പെയിൻസും നടുവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ എന്തു ചെയ്യും? ഒന്ന് അന്വേഷിക്കും. ദൈവിക കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ വരണം. പ്രശ്നങ്ങളൊക്കെ വന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് ഇന്ന പ്രശ്നങ്ങൾ മാറ്റിയാൽ പിറ്റേ ദിവസം തൊട്ട് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. പൂർണ്ണമായിട്ട് മാറുന്ന ദിവസമുണ്ട്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുമ്പോൾ എന്ന പാട്ട് പാടുമ്പോൾ നിൻ്റെ നടുവേദനയും തലവേദനയും എല്ലാം പൂർണ്ണമായി മാറും. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വളരെ സ്വസ്ഥമായിട്ട് വചനം പറയുന്നു, എൻ്റെ ആശയമല്ല, വചനം പറയുന്നു, അവൻ സ്വസ്ഥമായി തൻ്റെ ഭവനത്തിൽ തൻ്റെ അരമനയിൽ ഇരിക്കുമ്പോൾ he started about thinking God. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാം. കാരണം ഒരു രാജാവിനെ സംബന്ധിച്ച് ഒരു ഇടയനായി കിടന്ന ഒരു ദാവീദിനെ ദേശത്ത് കർത്താവ് അവനെ രാജാവാക്കി, അവനെ പ്രഭുവാക്കി. ലക്ഷക്കണക്കാന് ജനത്തെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ ഓരോ ദിവസവും വഹിക്കണം. വലിയ ചുമതലയാണ് ഉള്ളത്. ക്ഷാമം വന്നാൽ ജനത്തിന് ആവശ്യമുള്ള ആഹാരം കണ്ടെത്തണം. ശത്രുക്കൾ വന്നാൽ ജനത്തെ ശത്രുക്കളുടെ കയ്യിലിരുന്ന് രക്ഷിക്കണം. ജനത്തിൻ്റെ ഉള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും വന്നാൽ അത് പരിഹരിക്കണം. ഇതെല്ലാം വളരെ ബിസിയായിരിക്കും ഒരു വിശ്വസ്തനായി ജീവിക്കുന്ന ഒരു രാജാവിനെ സംബന്ധിച്ച്. പക്ഷേ ഇവിടെ വചനം പറയുന്നു, ദേശത്തിൻ്റെ ഉള്ളിൽ ജനങ്ങളുടെ ഇടയിലും ഒരു പ്രശ്നമില്ലായിരുന്നു. പുറത്ത് അന്യ ജാതികളിൽ നിന്നും രാജാക്കന്മാരിൽ നിന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു പ്രശ്നമൊന്നുമില്ലാതെ അവൻ വളരെ സ്വസ്ഥമായിട്ട് വീട്ടിൻ്റെ അകത്തിരിക്കുമ്പം അവൻ മനസ്സിൽ ചിന്തിച്ചു, എനിക്കിന്ന് കൗൺസിലിംഗ് ഒന്നുമില്ല, ദേശത്ത് പ്രശ്നമൊന്നുമില്ല, ക്ഷാമം ഒന്നുമില്ല, എനിക്കിന്ന് ഹൗസ് വിസിറ്റ് ഒന്നും ചെയ്യേണ്ട, രോഗിയായിട്ട് ആരും കിടക്കുന്നില്ല, എനിക്ക് ആരെയും പോകേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ദൈവം റെസ്റ്റ് തന്നിരിക്കുക. അപ്പം അവന് റെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അവൻ എന്ത് ചെയ്തു? അവൻ ഉടനെ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് ദൈവം ഇത്രയും വലിയ, ഞാൻ ഒരു നല്ലൊരു, എനിക്ക് വേണ്ടി ദേവദാരു മരങ്ങൾ കൊണ്ട് വളരെ മനോഹരമായിട്ട് എനിക്ക് വേണ്ടി ഞാൻ ഒരു വീട് പണിതല്ലോ. എനിക്ക് പക്ഷെ കർത്താവിൻ്റെ നിയമപ്പെട്ടകം ഇരിക്കുന്നത് ജസ്റ്റ് ഒരു തിരശ്ശീലയുടെ അകത്താണ്. നിയമപ്പെട്ടകം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ടെൻറ്റിൽ നിയമപ്പെട്ടകം അകത്ത് വെച്ചിട്ട്, ടെൻറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് ആ നിയമപ്പെട്ടകത്തിൻ്റെ മുകളിൽ ഒരു തിരശ്ശീല വെച്ച് എന്ത് ചെയ്തിരിക്കുന്നു? പൊടി പിടിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇവന് വല്ലാത്ത വിഷമമായിപ്പോയി. നമുക്കാർക്കും ഇല്ലാത്ത വിഷമമാണ്. നിയമപ്പെട്ടകം എവിടെ ഇരുന്ന നമുക്കെന്താ? ദൈവ സാന്നിധ്യം എവിടെ ഇരുന്ന നമുക്കെന്താ? ആലയത്തിൽ ആരാധന നടന്നാലും നടന്നില്ലെങ്കിലും നമുക്കെന്താ? കൊയർ പ്രാക്ടീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കെന്താ? പക്ഷേ ശ്രദ്ധിക്കണം, ദൈവസഭയോടുള്ള സന്ദേശമാണ്. ദൈവം ഒരു മനുഷ്യന് വിശ്രമം നൽകിയാൽ ഓർത്തോളം, നീ ദൈവിക
കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാണ്. വിശ്രമം നൽകുമ്പോൾ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വിശ്രമം നഷ്ടപ്പെടുന്നത്. ഞാൻ ദൈവസന്നിധിയിൽ വളരെ ഭയഭക്തിയോട് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. വിശ്രമം തന്നിട്ടും കർത്താവിൻ്റെ നാമമഹത്വത്തിനായി വിശ്രമം കൂടാതെ ജീവിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇന്ന് വരെ പോയി. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവം സഭയെ ഉണർത്തുന്ന സന്ദേശമാണ്. ദൈവം നിനക്ക് തരുന്ന ആരോഗ്യം, ദൈവം നിനക്ക് തരുന്ന സുഖം, ദൈവം നിനക്ക് തരുന്ന സമ്പത്ത്, ഇതെല്ലാം നീ അനുഭവിച്ച് സുഖിച്ച് സ്വാർത്ഥതയോടെ ജീവിക്കാനല്ല. നിനക്ക് ദൈവം വിശ്രമം തരുമ്പോൾ ദൈവിക കാര്യങ്ങളെ ഓർത്ത് ചിന്തിച്ച് ദൈവിക കാര്യങ്ങളിൽ ഇടപെട്ട് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഈ നിയമപ്പെട്ടകം, പഴയ നിയമത്തിലുള്ള നിയമപ്പെട്ടകം വെച്ചിരിക്കുന്നത് സമാഗമന കൂടാരത്തിൽ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇവൻ്റെ ആശയം, ആഗ്രഹം പറഞ്ഞത് നാഥാൻ പ്രവാചകനോട് കൂടെ. എന്തുകൊണ്ടാണ് നാഥാൻ പ്രവാചകനോട് പറഞ്ഞത്? എന്താ, അവന് കുടുംബമില്ലായിരുന്നോ? അവന് മക്കളില്ലായിരുന്നോ? വേറെ ശുശ്രൂഷകന്മാരില്ലായിരുന്നോ? എങ്ങുമില്ലാത്ത ഒരു നാഥാൻ പെട്ടെന്ന് അവിടെ കയറി വരുന്നു. അവനോട് പറയാണ്, ദൈവദാസനെ, ഞാനിപ്പോൾ വെറുതെ ഇരിക്കുക, എനിക്കൊരു പണിയുമില്ല, നാട്ടിൽ മൊത്തം സമാധാനമാണ്, ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളില്ല, യുദ്ധത്തിന് ആരും വരുന്നില്ല, എനിക്ക് റെസ്റ്റാണ്. പക്ഷേ എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും, ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ഗാഡ്. എൻ്റെ ഉള്ളിലുള്ള വേദന എന്താണെന്നറിയാമോ? ആ നിയമപ്പെട്ടകമില്ലേ? എന്താ നിയമപ്പെട്ടകം? ഏകദേശം 440 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ജനത്തെ ദൈവം എഗിപ്തിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നപ്പോൾ ദൈവം മോശയോട് അരുളി ചെയ്തതാണ്, എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഐ വാണ്ട് ടു ഡ്വെൽ എമംഗ് മൈ പീപ്പിൾ. എൻ്റെ ജനത്തിൻ്റെ മധ്യേ എനിക്ക് വസിപ്പാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എനിക്കായി ഒരു നിയമപ്പെട്ടകം, എനിക്കായി ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം. അതിൻ്റെ അകത്ത് വിശുദ്ധ സ്ഥലമുണ്ടായിരുന്നു, അതിപരിശുദ്ധ സ്ഥലമുണ്ടായിരുന്നു. വിശുദ്ധ സ്ഥലത്ത് നിലവിളക്കുണ്ടായിരുന്നു, ധൂപപീഠമുണ്ടായിരുന്നു, മേശയുടെ പുറത്ത് അപ്പമുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് ഇന്നർ സാങ്ച്വറിയിൽ, അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകം വെച്ചിരുന്നു. നിയമപ്പെട്ടകത്തെ ചുറ്റും സെറാഫുകളിരുന്ന് ദൈവത്തെ ആരാധിക്കുമായിരുന്നു. നിയമപ്പെട്ടകം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കും. എന്തുകൊണ്ടാണ് ദൈവം നിയമപ്പെട്ടകം അല്ലെങ്കിൽ സമാഗമന കൂടാരം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേൽ ജനത്തിന് കണ്ണും കൊണ്ട് കാണാൻ പാകത്തിന് വളരെ ലക്ഷണത്തോട്, അടയാളത്തോട് ദൈവം നമ്മുടെ നടുവിൽ വസിക്കുന്നു, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് വ്യക്തമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കും ജാതികൾ കാണുവാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പെട്ടകമാണ് നിയമപ്പെട്ടകം. ഗോഡ്സ് കവനന്റ്, ഗോഡ്സ് ആർക്ക്, ദൈവത്തിൻ്റെ പെട്ടകം അല്ലേ? ദൈവം നമ്മോട് കൂടെ ഉണ്ട്, നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് കാഴ്ചയ്ക്ക് കാണാൻ പാകത്തിന് ദൈവം എന്ത് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വസ്തുവാണ് നിയമപ്പെട്ടകം. പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും വിശ്വാസ ജീവിതം കാണാത്ത കാര്യങ്ങളുടെ നിക്ഷേപമാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തെ നമുക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും, നിയമപ്പെട്ടകത്തെ സ്വന്തം കണ്ണാൽ കാണാൻ കഴിയത്തില്ലെങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസ ജീവിതമാണ് പുതിയ നിയമവിശ്വാസികൾക്ക് ദൈവം തന്നിരിക്കുന്ന സന്ദേശം. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പോൾ പഴയ നിയമത്തിൽ നിയമപ്പെട്ടകം ആരെ കാണിക്കുന്നു? ദൈവത്തിൻ്റെ മഹാസാന്നിധ്യത്തെ കാണിക്കുന്നു. അപ്പം നിയമപ്പെട്ടകത്തിൻ്റെ അകത്ത് ഇരുന്ന് പ്രധാനപ്പെട്ട 3 വസ്തുക്കൾ. ഒന്ന്, 10 കൽപ്പന. എവിടെ ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിൻ്റെ ഉള്ളിൽ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉള്ളിൽ കാണപ്പെട്ടത് 10 കൽപ്പന. 10 കൽപ്പനയിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്ന അതിൻ്റെ അർത്ഥം. 2,
ആരോനിൻ്റെ തളിർത്ത വടി. ഒത്തിരി വടികളുണ്ടായിരുന്നു, മറ്റൊന്നും തളിർത്തിട്ടില്ല. തളിർത്ത ആരോനിൻ്റെ വടി മാത്രം പെട്ടകത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളെ വിശ്വസ്തയോട് നിവർത്തിക്കുന്നതിൻ്റെ ഉള്ളിൽ ആർ വസിക്കും? ദൈവം വസിക്കും. ഞാൻ വീണ്ടും പറയാം, ആവർത്തിച്ച് പറയാം. ഒന്ന്, 10 കൽപ്പനയിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നത് പോലെ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളെ വിശ്വസ്തയോട് നിവർത്തിക്കുന്നവൻ്റെ ഉള്ളിലും ദൈവം വസിക്കും. 3, ഒരു കലത്തിൽ മന്ന ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ വചനത്തെ കാണിക്കുന്നു. വചനത്തെ വായിച്ച് വിശ്വസിച്ച് അതിൽ വസിക്കുന്നവൻ്റെ ഉള്ളിൽ ആർ വസിക്കുന്നു? ദൈവം വസിക്കുന്നു. നീ അപ്പം കൊണ്ട് മാത്രമല്ല, പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കാൽ നീ ജീവിക്കും. കാരണം ദൈവം നിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നീ വിശ്വസിക്കുന്നവനായി തീരണം. ഇതാണ് ആത്മീയാർത്ഥം. നിയമപ്പെട്ടകത്തിൻ്റെ ആത്മീയാർത്ഥം ഇത് തന്നെയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ ബി ഫെയ്ത്ത്ഫുൾ. നീ വിശ്വസ്തനായി തീരുമ്പോൾ നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം നിന്നെ തളർവിട്ട് ജനങ്ങളുടെ മുൻപിൽ ദൈവം നിന്നെ വളർത്തും. മനസ്സിലാക്കുന്നവർ ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഈ ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ നിയമപ്പെട്ടകം ഏകദേശം 440 വർഷത്തിന് ശേഷം ഇത് ഒരു ടെൻറ്റിൽ, ഒരു കൂടാരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. അതിനെ ആരാധിക്കുന്നവൻ ഒരു ദേവദാരു മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു അരമനയിൽ ജീവിക്കുന്നു. വല്ലാത്ത വിഷമം അവനെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. കർത്താവേ, ഐ ആം ലിവിങ് ഇൻ എ ഗുഡ് പ്ലേസ്, ബട്ട് യു ആർ ലിവിങ് ഇൻ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ കർത്താവ് ജീവിക്കാൻ കാരണം എന്താ? പെട്ടെന്ന് നാമാൻ പ്രവാചകനെ വിളിച്ചിട്ട്, പാസ്റ്ററെ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നമുക്ക് കർത്താവ്, ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ടോ, എത്ര നല്ല സ്ഥലമാണ്. എനിക്ക് ദൈവം നല്ല ജോലി തന്നു. ഞാനൊരു ഇടയനായിട്ടിരുന്നതാണ്, എനിക്ക് ദൈവം നല്ല ജോലി തന്നു. എൻ്റെ കുടുംബത്തെ ദൈവം മാനിച്ചു. എൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞാൻ പരിഹസിക്കപ്പെട്ടവനായിരുന്നു, പക്ഷേ എനിക്ക് നല്ലൊരു കുടുംബജീവിതം തന്നു. എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം എനിക്ക് ഒരു നന്മയ്ക്ക് മുടക്കിയില്ല. പക്ഷേ എന്നെ ഇത്രത്തോളം വളർത്തി പുലർത്തി മാനിച്ച് കർത്താവിൻ്റെ നിയമപ്പെട്ടകം ഇരിക്കുന്ന സ്ഥലം കണ്ടോ എന്ന് ചോദിച്ചപ്പം പ്രവാചകന് മനസ്സിലായി, പാസ്റ്ററിന് മനസ്സിലായി, ഇവൻ ദൈവത്തിന് വേണ്ടി ഒരു മനോഹരമായ ഒരു ബിൽഡിംഗ്, ആലയം, എന്തോ ഒന്ന് ചെയ്യാൻ ഇവൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നാമാൻ പ്രവാചകൻ പറഞ്ഞു, രാജാവേ, നിൻ്റെ ഹൃദയത്തിൽ ഉള്ള ഇഷ്ടം പോലെ നീ ചെയ്തോ. കാരണം നിന്നോട് കൂടെ ആരുണ്ട്? ദൈവം ഉണ്ട്. ഈ 2 കഥാപാത്രങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നാമാൻ പ്രവാചകനോട് കൂടെയും ദൈവം ഉണ്ടായിരുന്നു, ദാവീദിനോടും ദൈവം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതും ദൈവം കൂടെ ഉണ്ടെന്ന് ഉള്ളവരോട് വേണം പങ്കുവയ്ക്കാൻ. അവൻ്റെ ആശയം അവൻ്റെ ഭാര്യയോട് പങ്കുവച്ചില്ല, അവൻ്റെ മക്കളോട് പങ്കുവച്ചില്ല. പക്ഷേ ആമേൻ, നിങ്ങൾ പങ്കുവയ്ക്കണം. ദൈവിക ആശയങ്ങളെ പങ്കുവയ്ക്കണം. ദൈവത്തോടു കൂടെ ജീവിക്കുന്ന മഹാന്മാരോട് പങ്കുവയ്ക്കണം. തീർച്ചയായിട്ടും നല്ല ധനമുള്ള ഒരു വ്യക്തി എന്നോട് വന്ന് പറയുകയാണ്, ഈ ആലയം പോരാ, ഇതിനേക്കാളും ഒരു മനോഹരമായ ഒരു ആലയം, ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങിച്ച് നമ്മളിങ്ങനെ വളരെ മനോഹരമായി പണിയണം എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്ത് പറയും? ആയിക്കോട്ടെ സഹോദര, ദൈവം നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു. പക്ഷെ അന്ന് രാത്രി നാഥാൻ പ്രവാചകന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദൈവം അതിനെ തട്ടി എണ്ണിപ്പിച്ച് എണ്ണിക്കണമെന്ന് പറഞ്ഞു.
കഴിഞ്ഞ 440 വർഷം ഞാൻ കൂടാരത്തിലും നിവാസത്തിലാണ് പാർത്തത്. നീ എന്താ അതിന് സമ്മതിച്ചതെന്ന് ചോദിച്ചു. ഇവനൊന്നും പറയാനില്ല, മിണ്ടാതെ വരുന്നു. കർത്താവ് അവിടെ പറയുകയാണ്, എൻ്റെ ദാസനായ ദാവീദോട് നീ പറയണം. എന്താണ് പറയേണ്ടത്? പക്ഷേ എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാൻ പ്രവാചകന് ഉണ്ടായത് എന്തെന്നാൽ, എൻ്റെ ദാസനായ ദാവീദിനോട് ചെന്ന് പറയണം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ ഒരു ആലയം പണിയുമോ? നീ ഒരു ആലയം പണിയുമോ? ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ കഴിഞ്ഞ 440 വർഷം ഇന്ന് വരെ ഒരു ആലയത്തിലുമല്ല, പകരം കൂടാരത്തിലും നിവാസത്തിലും അല്ലയോ സഞ്ചരിച്ചു വന്നത്. ഞാൻ ഒരു ഇസ്രായേലിനോട് പോലും, ഒരു വിശ്വാസിയോട് കൂടെ പോലും ദേവദാരു കൊണ്ട് എനിക്കൊരു ആലയം പണിയണം എന്ന് ഞാൻ ചോദിച്ചിട്ട് ഇല്ല. കർത്താവ് പറയുന്നതാ. നിങ്ങളൊക്കെ നല്ല വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യനോട്, ഒരു വിശ്വാസിയോട് എനിക്കൊരു ആലയം പണിയണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പം ഇത് ഇവൻ്റെ ആലോചന അവിടെ നിങ്ങൾ വായിക്കുമ്പോൾ നാഥാൻ പ്രവാചകനോട് ആലയം പണിയുന്നതായിട്ട് അവൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നാഥാൻ പ്രവാചകൻ ഊഹിച്ചെടുത്തു, ഇതായിരിക്കണം ഒരു മനോഹരമായ ആലയം പണിത് ഇതിനെ അകത്താക്കണമെന്നതാണ്. ദൈവം ഉൽപ്പത്തി പുസ്തകം തൊട്ടെടുത്ത ഒരു മനുഷ്യനോടും എനിക്കൊരു ആലയം പണിയണം എന്ന് ആരോടെയും കൽപ്പിച്ചിട്ടില്ല. സമാഗമന കൂടാരം പണിയണമെന്നേ കൽപ്പിച്ചിട്ടുള്ളൂ. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇല്ലാത്ത ചിന്ത പോലും ഇട്ടുകൊടുത്ത ഒരു മഹാനാണ് ദാവീദ്. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും എന്നെ സ്പർശിച്ച കാര്യമാണ്. അവൻ പറയാണ്, കർത്താവ് അങ്ങക്ക് ഒരു ആലയം പണിയണം. കർത്താവ് നെട്ടിപ്പോയി. നമ്മൾ ചില കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ, എടാ അതൊന്നും പറ്റത്തില്ല, നീ ഒന്നും പണിയത്തില്ല, വേണമെങ്കിൽ നിൻ്റെ മക്കളെ കൊണ്ട് പണിയാം. അതിന് ചരിത്രപരമായിട്ട് വേറെ കാര്യമുണ്ട്. ഞാൻ വേറെ ദിനവൃത്താന്തങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, സമയമില്ല. നമ്മൾ ഈ പാസേജ് നമുക്ക് ധ്യാനിച്ചു പോകാം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയത്തില്ലേ, നീ ഒന്നും എന്ത് ചെയ്യണ്ട, വേണമെങ്കിൽ നിൻ്റെ, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന് എന്താണ്ട് ഒരാഗ്രഹമുണ്ട്. എടാ ഇവൻ്റെ ഐഡിയ നല്ല ഐഡിയ ആണല്ലോ, ഇത്രയും ദിവസം പൊക്കിക്കൊണ്ട് നടന്നു, അത് അഭിനാദാവിൻ്റെ വീട്ടിൽ ഇരുന്നു, പിന്നെ അത് പൊക്കിക്കൊണ്ടുവരുന്ന വഴിയിൽ ദൈവഹിതമല്ലാതെ ഊസ തൊട്ടപ്പോൾ അവൻ മരിക്കേണ്ടത് വന്നു. പിന്നെ ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ വെച്ചു. അവിടെ 3 മാസം കഴിഞ്ഞ് പിന്നെ അവൻ ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. ഒക്കെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹം പറയുക കേട്ടാ, തീർച്ചയായിട്ടും ദാവീദിൻ്റെ ആശയം ദൈവത്തിൻ്റെ ഹൃദയത്തെ എന്ത് ചെയ്തു? സ്പർശിച്ചു. ബിക്കോസ് ഇത്രയും കാലം മൊബൈലായിട്ട് ഇരുന്ന ഒരു ദൈവത്തിൻ്റെ ആലയത്തെ ഇവന് പെർമനൻ്റായിട്ട് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. അതാണ് ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത്രയും കാലവും അവിടെയും ഇവിടെയും സഞ്ചരിച്ച്, ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച്, ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ കുറച്ചു കാലം ഇരുന്നു, പിന്നെ അബീനദാബിൻ്റെ വീട്ടിൽ കുറച്ചു കാലം ഇരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന ഒരു സംഭവത്തെ ഇവൻ വിചാരിച്ചു, ഞാൻ ഇതിനെ ഒരു ഉറപ്പുള്ള സ്ഥലത്തെന്ത് ചെയ്യും? ഉറപ്പിക്കുമെന്ന് ദൈവസന്നിധിയിൽ എടുത്ത തീർമാനം ദൈവം അറിഞ്ഞപ്പോൾ കർത്താവ് ഇപ്രകാരം പറയുകയാണ്, ഇവിടെ ദൈവത്തിന് അവൻ്റെ ആശയം, ഇവിടെ ദൈവത്തിന് സ്ഥിരമായ ഒരു ആലയം പണിയാൻ അവൻ ഒരു പദ്ധതി ഇട്ടപ്പോൾ ദൈവം അവനെയും അവൻ്റെ ഭവനത്തെയും കുറിച്ച് ഇട്ട പദ്ധതിയാണ് ഇന്ന് നാം ദൈവസന്നിധിയിൽ ധ്യാനിക്കാൻ പോകുന്നത്. Therefore, ആകയാൽ നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവീദോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് കർത്താവ് പറയണം. ആദ്യം, എൻ്റെ ജനത്തെ നയിപ്പാൻ ഞാൻ നിന്നെ പ്രഭുവാക്കി. 2, നീ സഞ്ചരിച്ച എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. സകല ശത്രുക്കളെയും ഞാൻ ഛേദിച്ച് കളഞ്ഞു.
പിന്നെ പറയുന്ന കാര്യങ്ങൾ ഇനി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഭൂമിയിലുള്ള മഹാന്മാരെ പോലെ ഞാൻ നിൻ്റെ പേർ വലുതാക്കും. ദൈവം ദാവീദോട് ചെയ്ത പ്രോമിസാണ്. ഞാൻ സ്വന്തമായി എൻ്റെ ജനത്തിന് ഞാൻ സ്ഥലം കൊടുത്ത് അവർ ഇളകാതെ ഇരിക്കാൻ തക്കവണ്ണം അവരെ നടും. ഇളകിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു നിയമപ്പെട്ടകതെ ഇളകാതെ ഇരുപ്പാൻ ഭൂമിയിൽ ഒരു സ്ഥലത്ത് നടാൻ തീർമാനിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം പറയുന്നു. നീ എന്നെ ഉറപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, അതിനേക്കാളും ഉപരി ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത് നിന്നെയും നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും ഞാൻ ദേശത്തെന്തെയും ഇളകാതെ ഇരിക്കവണ്ണം ഞാൻ അവരെ നടും. ഇനി ദുഷ്ടന്മാർ പീഡിപ്പിക്കുകയില്ല, ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കും. അടുത്ത അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി ശത്രുക്കൾ അവന് വിരോധമായി എഴുന്നേറ്റത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ദാവീദിനോട് ഈ അടുത്ത അധ്യായങ്ങളിൽ ഫെലിസ്തീയരെ പിടിച്ചടക്കി, മോവാബ്യരെ പിടിച്ചടക്കി, അരാമ്യരെ പിടിച്ചടക്കി, ഏദോമ്യരെ പിടിച്ചടക്കി, അമ്മോനെ എല്ലാവരെയും അവൻ പിടിച്ചടക്കി തോൽപ്പിച്ചു. കാരണം എന്താണെന്നറിയാമോ? വേദപുസ്തകത്തിലെ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ ദാവീദ് മാത്രം മറ്റുള്ള ആരോടും തോറ്റിട്ടില്ല. മറ്റ് രാജാക്കന്മാർ ഏതെങ്കിലും രാജാക്കന്മാരോട് തോറ്റ ചരിത്രമുണ്ട്. പക്ഷെ ദാവീദ് മാത്രം തോൽക്കാത്ത കാരണം എന്താണെന്നറിയാമോ? ദൈവം അവന് വിശ്രമം കൊടുത്ത സമയങ്ങളിൽ അവൻ വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ അവൻ ദൈവിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ദൈവത്തിന് വേണ്ടി വില കൊടുത്ത് ജീവിപ്പാൻ തീർമാനമെടുത്തത് കൊണ്ട് അവൻ ഒരു വ്യക്തികളോടും പരാജയപ്പെടാനോ തോൽക്കുവാനോ ദൈവം അനുവദിച്ചില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും, നിനക്കൊരു ഗ്രഹമുണ്ടാകും, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന നിൻ്റെ സന്തതിയെ സ്ഥിരപ്പെടുത്തി അവൻ്റെ രാജ്യത്തെ ഉറപ്പിക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, എൻ്റെ ദയ നീങ്ങിപ്പോകുകയില്ല. നിൻ്റെ രാജ്യം എനിക്ക് മുൻപായി സ്ഥിരപ്പെടുത്തും, നിൻ്റെ സിംഹാസനം എന്നേക്കും ഉറച്ചു നിൽക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഇതിനു മുമ്പുള്ള രാജാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശൗലായിരുന്നു. പക്ഷേ അവൻ്റെ മക്കൾ രാജ്യഭരണത്തിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. കാരണം ശൗൽ ചെയ്ത പാപമായിരുന്നു. ശൗലേക്കാളും വലിയ പാപം ചെയ്തവനാണ് ദാവീദ്. എങ്കിലും അവൻ്റെ സന്തതികളെ ദൈവം രാജ്യസ്ഥാനത്തിലേക്ക് കയറ്റുകയും രാജ്യസ്ഥാനം കർത്താവായ യേശു ക്രിസ്തു വരുന്നത് വരെ ആ രാജപരമ്പരയെ നിലനിർത്താൻ കാരണം ദാവീദിന് ദൈവം വിശ്രമം കൊടുത്തപ്പോൾ ദൈവിക ആലോചനകളെ കുറിച്ച് ചിന്തിക്കുകയും ദൈവ വേലയ്ക്കായി തന്നെ സമർപ്പിക്കുകയും ദൈവത്തിനായി ഉറപ്പുള്ള ഒരു ശുശ്രൂഷ ചെയ്യാൻ തന്നെത്താൻ ദൈവത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തിയത് കൊണ്ട്, അവൻ്റെ ശുശ്രൂഷയ്ക്കായി അവൻ ഒരുങ്ങിയത് കൊണ്ട് ദൈവം പറഞ്ഞു, നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ ജനത്തെയും എന്ന് പറഞ്ഞാൽ സഭയിൽ വരുന്ന ജനത്തെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും എന്ത് ചെയ്യും? അവരുടെ രാജ്യസ്ഥാനത്തിൽ ഞാൻ നിലനിർത്തും, ഉറപ്പിക്കും. ഉദാഹരണം പറയാം. മോശെ ലീഡർഷിപ്പിൽ കയറി വന്ന് മോശയുടെ മക്കൾക്ക് ലീഡർഷിപ്പിൽ കയറി വരാൻ കഴിഞ്ഞില്ല. ജോഷുവ ലീഡർഷിപ്പിൽ കയറി വന്നു, ജോഷുവയുടെ മക്കൾക്ക് ലീഡർഷിപ്പിൽ കയറി വരാൻ സാധിച്ചില്ല. സാമുവേൽ ലീഡർഷിപ്പിൽ കയറി വന്ന് അവരുടെ മക്കൾക്ക് ലീഡർഷിപ്പിൽ കയറി വരാൻ കഴിഞ്ഞില്ല. പക്ഷേ ദാവീദിൻ്റെ മക്കളെ മാത്രമല്ല, ശമൂവേലിന്റെ മക്കളെക്കാൾ വലിയ പാപം ചെയ്തിട്ടുണ്ട്. എങ്കിലും ദൈവം തൻ്റെ ദയയെ വെളിപ്പെടുത്തി, തൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിച്ചു. കാരണം എന്താണെന്നറിയാമോ? ഉറപ്പുള്ള ഒരു ദേവാലയം ഈ ഭൂമിയിൽ പണിവാൻ തീർമാനിച്ച ഒരുത്തൻ ദൈവം തീർമാനിച്ചു, എനിക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ പോലും വരാത്ത ഒരു ആശയത്തെ കൊണ്ടുവന്ന് എന്നെ തട്ടി ഉണർത്തിയ ഒരു മഹാനെ
ഞാൻ ഈ ഭൂമിയിലിരുന്ന് ഒരിക്കലും മാറ്റത്തില്ല. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇത് ദൈവസന്നിധിയിൽ ദൈവ മക്കളോട് പറയുന്ന സന്ദേശമാണ്. ദൈവം നിങ്ങൾക്ക് തരുന്ന സമയം, ഒത്തിരി വിശ്രമിക്കുന്ന സമയങ്ങളുണ്ട്. അത് റെസ്റ്റ് ചെയ്ത് ചരിഞ്ഞു കിടഞ്ഞ് അതും ഇതും നോക്കി അവിടെ ഇവിടേക്ക് കുത്തി അതും ഇതുമൊക്കെ കണ്ട് വേസ്റ്റ് ചെയ്യാനല്ല, അതും ഇതും ചാറ്റ് ചെയ്യാനല്ല കർത്താവ് നിനക്ക് വിശ്രമം തരുന്നത്. ഇതെല്ലാവരും മിണ്ടാതെ ഇരിക്കുക. പിണങ്ങിപ്പോയോ? എത്രയോ വിശ്രമിക്കുന്ന സമയങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വി ആർ ജസ്റ്റ് വേസ്റ്റിംഗ് ദ ടൈം. വെറുതെ പാഴാക്കി കളയുക. അവസാനം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പറയും ദൈവത്തിന് അതിനൊരു പദ്ധതി ഉണ്ടെന്ന്. ഒരു പദ്ധതിയില്ല. വിശ്രമം തരുമ്പോൾ അതിൽ എന്ത് പദ്ധതി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആരോഗ്യവും സുഖവും ബലവും ഇരിക്കുമ്പോൾ ഓടിച്ചാടി നടക്കും. നുണ പറയാനും കുറ്റം പറയാനും കുറ്റം കണ്ടുപിടിക്കാനും പരദൂഷണം പറയാനും. പിണങ്ങിപ്പോകരുത്. അടുത്ത ആഴ്ച വരണം. വിശ്രമം തരുന്നത് ദൈവവേല ചെയ്യാനാ. ആരോഗ്യം തരുന്നത് ദൈവവേല ചെയ്യാനാ. ധനം തരുന്നത് ദൈവവേല ചെയ്യാനാ. സുഖം തരുന്നത് ദൈവവേല ചെയ്യാനാ. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണോ? അലഞ്ഞു തിരിയാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മക്കളെ അലഞ്ഞു തിരിയാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഉറപ്പിച്ചാൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ, കർത്താവേ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും, അങ്ങയുടെ രാജ്യ മഹത്വത്തിനായി ജീവിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, ഡേവിഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ തീർമാനിച്ചത് ഈ കാലഘട്ടത്തിൽ കണക്ക് കൂട്ടിയാൽ മില്യൺ കോടികൾ വരും. അവൻ മൗനമായിരുന്നില്ല. ദൈവം അവനോട് പറഞ്ഞത് അവൻ അനുസരിച്ചു. നീ പണിയത്തില്ല, നിന്റെ മക്കൾ പണിയെന്ന് പറഞ്ഞ അവന് മൗനമായിരുന്നില്ല. ഹി സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ്. ദേവദാരു മരങ്ങളും സ്വർണങ്ങളും ദേവാലയം പണിയാനുള്ള എല്ലാ മെറ്റീരിയൽസും അവൻ കരുതി വെച്ചിട്ടാണ് ഈ ഭൂമിയിലിരുന്ന് വിടപെട പറയുന്നത്. എല്ലാം കരുതി വെച്ചിട്ട് മക്കളെ ഏൽപ്പിച്ചല്ല, മക്കൾ ചെയ്യാന്നല്ല. ഓക്കെ, മക്കളെ നിങ്ങൾ ചെയ്തു. പക്ഷേ മക്കൾ ചെയ്യേണ്ട എവറിത്തിങ് അവൻ സെറ്റിൽ ചെയ്തിട്ടാണ് ഈ ഭൂമിയിലിരുന്ന് വിടപെടുന്നത്. നിങ്ങൾക്കൊരു ജീവിതം ദൈവം തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവം നിങ്ങളെ രക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ? ദൈവം നിങ്ങളെ കണ്ടത് എന്തിനാണെന്നറിയാമോ? ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? ദൈവം നിങ്ങളെ വേർതിരിച്ചത് എന്തിനാണെന്നറിയാമോ? വെറുതെ ഒരു ഞായറാഴ്ച ഇവിടെ കൂടി വന്ന് കുറേ പാട്ടുകളൊക്കെ പാടിപ്പോകാനല്ല. അതിനേക്കാളും അപ്പുറമായിട്ട്, കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങയുടെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായി എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങയുടെ രാജ്യ മഹത്വത്തിനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും കർത്താവേ? നിങ്ങളുടെ ആഗ്രഹം എന്താ? ദൈവിക ആഗ്രഹമാണെങ്കിൽ ഇൻവെസ്റ്റ് യുവർ ഡിസയർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. Invest your dream in the kingdom of God. Invest your time in the kingdom of God. Invest your health in the kingdom of God. Invest your wealth in the kingdom of God. എങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തലമുറകൾക്കും ഒരു അനുഗ്രഹമായി തീരും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എന്നോട് സംസാരിച്ച് എന്ന് ബോധ്യമുള്ളവർ കരങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് വയ്ക്കാം. നിങ്ങൾ ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാ. ഈ സന്ദേശം ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കുള്ള സന്ദേശമാണ്. നിനക്ക് വിശ്രമം തരുന്നത് അതും ഇതും സംസാരിച്ച് അതും ഇതും കണ്ട് കുറ്റം കണ്ടുപിടിച്ച് അതും ഇതും പറഞ്ഞു നടക്കാനല്ല. How can I be useful to the kingdom of God? ദാവീദിന് മനസ്സിലായി, this is the right time to build his kingdom. അവൻ്റെ രാജ്യപ്പണിയിൽ പങ്കാളിത്തം പ്രാപിക്കേണ്ട ഒരു സമയമെന്ന് അവന് മനസ്സിലായപ്പോൾ ദൈവത്തോടു കൂടെ നടന്ന നാഥാൻ പ്രവാചകനെ വിളിച്ച് വരുത്തി അവനോട് കൂടെ അവൻ്റെ വിഷൻസ്, അവൻ്റെ ആഗ്രഹങ്ങളെ പങ്കുവയ്ക്കാൻ തുടങ്ങി.
ഹല്ലേലൂയ. പാസ്റ്റർ അവന് ഉത്തരം പറഞ്ഞത്, നിൻ്റെ ഹൃദയത്തിൽ വരുന്നത് നീ ചെയ്തോ. അതേപോലെ ദൈവത്തിൻ്റെ ഗൈഡൻസ് ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് വന്നതുപോലെ ഹല്ലേലൂയ, കർത്താവിന് മുൻഗണന കൊടുക്കുന്നവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഗൈഡൻസ് ഉണ്ടാകും. ഓർത്ത് നോക്കി, ശൗൽ രാജാവ് മിടുക്കനായിരുന്നു. അവനേക്കാളും മാന്യനായിരുന്നു ശൗലിൻ്റെ മകൻ ജോനത്താൻ. ബട്ട് ഗോഡ് ഡിഡ്ന്റ് സെലക്ട് ജോനത്താൻ, ഈവൻ ഹി ഈസ് ഗേൾഡ്. പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നിഴലായി പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട് ജോനത്താനെ. പക്ഷേ ഗോഡ് നെവർ സെലക്റ്റഡ് ജോനത്താൻ. വീണ്ടും രാജവംശം മാറാമായിരുന്നു. ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് യൂദാ ഗോത്രത്തിലേക്ക് വന്ന് യൂദാ ഗോത്രത്തിൽ മറ്റ് വേറെ ഗോത്രങ്ങളിലേക്ക് കൈമാറാമായിരുന്നു അവരുടെ പാപം നിമിത്തം. പക്ഷേ അതിനപ്പുറമായി ദൈവത്തിൽ നിന്ന് ദയ പ്രാപിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഹീ ഇൻവെസ്റ്റഡ് ഹിസ് ലൈഫ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നിങ്ങളോട് ഇന്ന് പകൽക്കാലം ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം എന്നോടെയാ സന്ദേശം എന്നുള്ളവർ കരങ്ങളിൽ നെഞ്ചത്തോട് വെച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞ സന്ദേശമാണ്. കാരണം ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നവനെ ദൈവം ഒരു നാളും തള്ളിക്കളയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്ത പുലർത്തുന്നവൻ്റെ കുടുംബത്തെ ദൈവം മാനിക്കും. ദൈവത്തിനായി ജീവിക്കുന്നവനെ ദൈവം മാനിക്കും. നിങ്ങളുടെ മക്കൾ പിഴച്ചു പോയാലും വചനം പറയുന്നു, ദൈവം പറയാണ്, ഞാൻ അവനെ അപ്പനായിട്ടും അവൻ എൻ്റെ മകനായിട്ടും ജീവിക്കും. അവൻ അഥവാ തെറ്റ് ചെയ്താൽ പിഴച്ചു പോയാൽ പോലും ഞാൻ അവനെ ശിക്ഷിച്ചെന്ത് ചെയ്യും? ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും. യോനത്താന് സംഭവിച്ചതുപോലെ സംഭവിക്കത്തില്ല. മരിക്കേണ്ടത് വരത്തില്ലായിരുന്നു സൗലും സമർപ്പിച്ചിരുന്നെങ്കിൽ. ദാവീദേ, നിന്റെ സമർപ്പണമാണ് ദൈവസന്നിധിയിൽ ചലനമുണ്ടാക്കിയത്. ഇന്ന് നിങ്ങളുടെ സമർപ്പണമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചലനമുണ്ടാക്കാൻ പോകുന്നത്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് ദൈവവചനം കേട്ട് സമർപ്പിച്ച ദൈവമക്കളെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി വരുന്ന ദിവസങ്ങളിൽ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല ഹൗ ദേ ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ്, ബട്ട് അവരുടെ ആഗ്രഹം ദൈവസന്നിധിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ദാവീദ് തൻ്റെ ആഗ്രഹത്തെ ദൈവസന്നിധിയിൽ ഹി ഇൻവെസ്റ്റഡ് ഹിസ് ഡിസയർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അത് അവനും അവൻ്റെ കുടുംബത്തിന് നന്മയായി തീർന്നതുപോലെ നിൻ്റെ സ്വപ്നം ദൈവിക സ്വപ്നമായി നീ ദൈവസന്നിധിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ദൈവിക സ്വപ്നം നിൻ്റെ കുടുംബത്തിനും നിൻ്റെ മക്കൾക്കും വരാനിരിക്കുന്ന തലമുറകൾക്കും അനുഗ്രഹമായി തീരും. കർത്താവേ, ഇത് എന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. എൻ്റെ കുടുംബത്തോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. കർത്താവേ, ദൈവസഭയിൽ വരുന്നവരോട് ദൈവം പറയാനുള്ള ഒരു ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. നീ വിചാരപ്പെടേണ്ട സഹോദര, എന്തായി തീരുമെന്ന് നീ വിചാരപ്പെടേണ്ട. എന്ത് സംഭവിക്കുമെന്ന് നീ വിചാരപ്പെടേണ്ട. നീ നിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുക. ഞാൻ ഇന്നു മുതൽ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ദൈവം എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കും. ഞാൻ മറ്റുള്ളവരോട് എൻ്റെ ദൈവം എന്നോട് ചെയ്ത നന്മകളെ ഞാൻ പറയും. എനിക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഞാൻ മറ്റുള്ളവരോട് പറയും. എനിക്ക് വേണ്ടി യേശു ക്രൂസിൽ സഹിച്ച ആ വേദനകളെ ഞാൻ മറ്റുള്ളവരോട് പറയും. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ ത്യാഗോജലമായി തൻ്റെ ജീവനെ അർപ്പിച്ചത് ഞാൻ മറ്റുള്ളവർക്ക് പറയും. ഇന്നും യേശു എനിക്ക് വേണ്ടി പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നത് ഞാൻ മറ്റുള്ളവരോട് പറയും. പിതാവ് എന്നോട് കാണിച്ച സ്നേഹത്തെ ഞാൻ മറ്റുള്ളവരോട് പറയും. നല്ല പിതാവേ, നന്ദിയപ്പാ, നന്ദിയപ്പാ. ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും ഉറപ്പിക്കുന്ന ദൈവം ഞങ്ങളുടെ നടുവിൽ വസിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇളകാത്ത, ഇളക്കം തട്ടാത്ത, ചാഞ്ഞാടാത്ത, ഉറപ്പില്ലാത്ത ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരുത്തി ഉറപ്പുള്ള ഒരവസ്ഥയിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അടിയനും
കുടുംബമായി ഈ അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പാൻ കൃപ നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു.